ഒരാള് ചോദിക്കുക, ജയറാം കള്ളനാണോ? ഞാൻ പറഞ്ഞ ജയറാം കള്ളനൊന്നുമല്ല. ആര് പറഞ്ഞു? അല്ല, ഇങ്ങനെ എല്ലാവരും അയാളൊരു ആത്മാർത്ഥം ഇല്ല, എല്ലാവരും ഇങ്ങനെ ചിരിച്ചു കളിക്കും, കഴുത്തറക്കും. ഞാൻ പറഞ്ഞു ജയറാം ഒരിക്കലും കള്ളനല്ല. പക്ഷെ ജയറാമിനെ കുറിച്ച് പറയുന്നത് കള്ളന് കഞ്ഞി വെച്ചവനെന്നാണ്. ജയറാമിനെ പോലെ സിനിമയ്ക്ക് ഉള്ളിൽ അഭിനയിക്കുന്ന വേറൊരു നടനെയും ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എന്നെ വേണ്ടായിരിക്കും, പക്ഷെ സിനിമയ്ക്ക് എന്നെ ആവശ്യം. അയാൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. മാധവേട്ടൻ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. അപരൻ എന്നുള്ള സിനിമ, പത്മരാജന്റെ അപരൻ എന്നുള്ള സിനിമയാണ് അയാളുടെ ആദ്യത്തെ. സത്യമാണ് സാറേ. അപ്പൊ ഞങ്ങള് ഇവ കാണാൻ കൊള്ളാം. മാത്രല്ല ബ്രാഹ്മണ വർഗത്തിൽപ്പെട്ടാണെങ്കിലും അത്യാവശ്യം വീശെന്ന് മനസ്സിലായിട്ടുണ്ട്. ആണോ? അതെ. അങ്കിളിനറിയോ ഈ വിഷം? ഇത് ഞാൻ എന്റെ 15 വയസ്സ് വരെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. ഇവന് വീശിയാൽ കുറെ സാധനങ്ങൾ കിട്ടും, മാറ്ററുകൾ കിട്ടും. അപ്പൊ ഞാൻ കൂടുതലുള്ള ഫോട്ടോകൾ അവിടെ പറഞ്ഞ കൃഷ്ണൻകുട്ടിയേട്ടാ ഇവനെ ശ്രദ്ധിച്ചേക്കണം, ഇവന്റെ പടങ്ങൾ കുറച്ച് എടുത്തേക്കണം, ഇവനെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. പക്ഷെ ഇവൻ വളരെ വിനയത്തോടെ വെക്കുന്നു. അല്ല ചോട്ടോ മറ്റാണ് മറിച്ചാണ് പപ്പേട്ടൻ ബന്ധുവാണ്, അവരുടെ മലയാറ്റൂർ സാറ് ഞങ്ങളുടെ ബന്ധുവാണ്, ഇങ്ങനെ പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നന്നായി, സത്യമായിട്ട് ഞാൻ നന്നായിട്ട് ഇപ്പൊ 1-2 ആഴ്ചയായി. ലേശം വാചകൊടി, അല്പം വെള്ളവടി, കുറച്ച് പുളുവടി, പിന്നെ കുറെ പഞ്ചാരടി. അതായിരുന്നു എന്റെ ഒരു രീതി. പക്ഷെ ഇന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു, ഇനി കുടുംബത്തെ മറന്നൊരു കളി വേണ്ടാന്ന്. സത്യമായിട്ടും ഞാൻ ക്ലീൻ ആയി. നായിക പാർവതിയെ പരിചയപ്പെടാം, പാർവതിയെ പരിചയപ്പെടാന്ന് പറഞ്ഞപ്പോ അയ്യോ അവരങ്ങനെ തലക്കനുള്ള സ്ത്രീയല്ലേ, അങ്ങനെ പുതിയ ആൾക്കാർക്ക് വരുമോ? ജോൺ എന്നോട് എപ്പോഴും പറയാറുണ്ട്, സ്ത്രീ വിഷയങ്ങളിലൊന്നും ചെന്ന് ചാടരുന്നും പറ്റും. ഞങ്ങള് പാർവതി എടുത്ത് കൊണ്ടുപോകുന്നു, ജയറാമാണെന്ന് പറഞ്ഞു. പാർവതി അവിടെ ഇരിക്കുന്നു. പാർവതി ജയറാം ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇരിക്കുന്നില്ല. പാർവതിയുടെ മുന്നില് ജയറാം കയ്യും കെട്ടി വിനയാനുമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ചിരിയും വരുന്നുണ്ട്. വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? അത് പണ്ടേ അങ്ങനെയാ, ഞാൻ ചെറുപ്പത്തിലൊരു പൂച്ചയെ കൊന്നിട്ടുണ്ട്, ചിലപ്പോ അതായിരിക്കും. അങ്ങനെ തുടങ്ങിയൊരു ബന്ധമാണ്. അന്ന് രാത്രി തന്നെ ഇയാളെ ഞങ്ങൾ മദ്യപിച്ചു. വൈകിട്ടെന്താ പരിപാടി? അടിയോടടി. മദ്യപിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ദോഷം പറയരുതല്ലോ, ഞങ്ങളുടെ ടീമിലെ ഒരു അംഗം തന്നെയായിരുന്നു. അയാൾക്ക് മാക്സിമം പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം പബ്ലിസിറ്റിയും കൊടുത്തിട്ടുണ്ട്. വളർന്നു എന്ന് തോന്നിയ, കൂകാറായി എന്ന് തോന്നിയപ്പോ അവൻ സ്വഭാവം മാറ്റി. ഒരു തിരക്കായി, കാണാൻ സമയമില്ല, വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഈ രീതിയിലേക്ക് വന്നു. ഹലോ, പിന്നെ വിളിക്ക്, ഞാൻ ഭയങ്കര തിരക്കില്ല. ഈ വിജയിക്കുന്ന പടങ്ങളിലൊക്കെ താനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ സാറിന്റെ ഒരു കഥയുണ്ട്, എട്ടുകാലി മമ്മൂഞ്ഞിന്റെ കഥ. ഈ നാട്ടിലെ ഏത് പെണ്ണുങ്ങളും ഗർഭം ധരിച്ച് അത് നമ്മളാണെന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഈ ഗർഭം. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ഇപ്പോ സിനിമകൾ കുറയാൻ കാരണം. ജയറാമിന്റെ നമ്പറുകൾ പലതും ഏൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുക. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നാട് വിടാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ നീ ഒരു ടൂറിലായിരിക്കും.